വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കുക. എണ്ണ, കടുക്, ഉലുവ, നേരത്തെ ചതച്ച് മാറ്റിവെച്ച കൂട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉള്ളി, കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കി വഴറ്റിയെടുക്കുക. തക്കാളി, മുളക് പൊടി, മല്ലിപ്പൊടി വറുത്തത്, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. അരച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. പുളിവെള്ളം, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. കുറച്ച് ചൂടുവെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. തിളയ്ക്കുമ്പോൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ചെറുതായി ഇളക്കി കൊടുക്കുക. അടച്ച് വെച്ച് നന്നായി വേവിക്കുക. ഈ സമയം കുറച്ച് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് അടച്ചു വയ്ക്കുക. തേങ്ങാപ്പാൽ ചേർത്ത പഴയകാല ചൂരക്കറി റെഡി.